തെറ്റിദ്ധാരണ പരത്തി നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോ റീച്ച് ആകാം. ഇന്ന് നമ്മൾ സുലഭമായി കാണുന്നതാണ് യൂട്യൂബിൽ പലരും ചെയ്യുന്ന ഒരു വഞ്ചനയാണെന്ന് തന്നെ പറയാം. ദുഃഖവാർത്ത, പല മഹാന്മാരുടെയും ഫോട്ടോകൾ വെക്കുക, അല്ലെങ്കിൽ പ്രശസ്തമായ പലരുടെയും ഫോട്ടോകൾ വെച്ച് ദുഃഖവാർത്ത വിതുമ്പുന്നു, കുടുംബം കരയുന്നു. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്കിൽ തന്നെ അവരുടെ ചാനലിൽ റീച്ച് ആവും. എന്താ പറയാന്നറിയോ? അവരെ വേറെന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ബന്ധിപ്പിച്ചിട്ട് മനുഷ്യനെ ആശയക്കുഴപ്പത്തിലുണ്ടാക്കി യൂട്യൂബിലെ തന്റെ സബ്സ്ക്രൈബുകൾ കൂട്ടുക, വ്യൂസ് കൂട്ടുക. വളരെ അപരാധമാണ് ഈ ചെയ്യുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ നമ്മളൊരു ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി ഒരു വിശ്വാസ വഞ്ചന കലർത്തിക്കൊണ്ട് തെറ്റിദ്ധാരണ പരത്തിയ വീഡിയോകൾ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുക? ഇതൊന്നും ഒരു നല്ല പ്രവണതയായി എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് കാണുന്നില്ല.